ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് ഈ ശ്രീലങ്കൻ തേങ്ങയും 1000 കാച്ചിയുടെ തേങ്ങയും ഇതിന്റെ പിന്നെ നല്ല വശങ്ങളും മോശമായ വശങ്ങളും ഉണ്ട്. അതായത് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ശ്രീലങ്കൻ വെറൈറ്റി പെറ്റ തേങ്ങ. ഇത് കണ്ടോ, നല്ല ഉരുണ്ട ഷേപ്പിലുള്ള തേങ്ങയാണ്. ഇതിപ്പോ നമ്മള് വിത്ത് മുളപ്പിച്ച് നമ്മൾ 2 ഇല 3 ഇല തൈയാക്കി എടുത്ത തൈകളാണ്. ഇതിന്റെ മോശവശങ്ങൾ എന്തെന്ന് പറഞ്ഞാല്, നല്ല വശങ്ങൾ എന്ന് പറഞ്ഞാല് ഇത് നടുന്ന രീതി എങ്ങനെയാണ്, ഇതിന്റെ വളപ്രയോഗം എങ്ങനെയാണ്, ഇതിലെങ്ങനെയാണ് ഇത് കേടുപാടുകൾ സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ 1000 കാച്ചിയുടെ ചെറിയ തേങ്ങയാണ്. ഒരുപാട് പേര് വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്, ഈ 1000 കാച്ചിയുടെ തേങ്ങ ഒന്ന് പൊതിച്ച് കാണിച്ചു തരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് പൊതിച്ച് കാണിച്ചു തരും. ശ്രീലങ്കൻ തേങ്ങയുടെ നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ശ്രീലങ്കയുടെ നമ്മളിപ്പോ എടുക്കുന്ന ശ്രീലങ്കൻ തേങ്ങ നല്ല കരുത്തുള്ളതാണോ എന്ന് ആദ്യം നോക്കണം. ഇത് കണ്ടോ, നമ്മുടെ ഒരു നഴ്സറിയിൽ നിന്ന് തേങ്ങ വാങ്ങുമ്പോൾ അതിന്റെ കടവണ്ണം, തേങ്ങയുടെ വലിപ്പം, ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ആദ്യം മുളച്ചു വരുന്ന തേങ്ങയാണ് നല്ല ഗുണനിലപരമായിട്ട് നമുക്ക് കിട്ടുന്നത്. അതായത് ആദ്യം മുളയ്ക്കുന്ന തേങ്ങയ്ക്ക് കായ്ഫലം കൂടുമെന്നുള്ളതാണ് എന്ന് പറഞ്ഞ് എപ്പോഴും നമുക്ക് ഒരേ പരുവത്തിനുള്ള മുളച്ച തേങ്ങ കിട്ടില്ല. എന്നാലും ആവറേജ് ഒരു 90% നമ്മൾ നല്ല രീതിയിൽ മുളച്ച തേങ്ങയാണ് നമ്മളിവിടെ നഴ്സറിയിൽ നിന്ന് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്നാന്ന് പറഞ്ഞാൽ, ഈ നല്ല വശം എന്ന് പറയുന്ന സമയത്ത് ഇത് കണ്ടോ, ഇത്രയും പോലെ വലിപ്പമായിട്ടുണ്ട്, നല്ല ഹെൽത്തി. അതായത് 3 അടി കുഴിയെടുത്ത് നമ്മൾ തെങ്ങും തൈ നടുക. 3 അടി കുഴിയെടുത്താണ് നമ്മൾ തെങ്ങും തൈ നടേണ്ടത്. അത് കൃത്യമായിട്ട് പുതുമണ്ണ് ഇറക്കി തന്നെ നമ്മൾ തെങ്ങും തൈ നടണം. അത് നടുന്ന സമയത്ത് വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, ഉപ്പ്, മണൽ കിട്ടുകയാണെങ്കിൽ മണൽ, ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ തെങ്ങും തൈ നടുക. അതാണ് അതിന്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് അങ്ങനെ ചെയ്താൽ മാത്രം തന്നെ നമുക്ക് ആദ്യമായിട്ടുള്ള ഈ ഇലകൾ വരുന്നത് നല്ല രീതിയിൽ വലിപ്പത്തിൽ വരികയുള്ളൂ. അതാണ് അതിന്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു വളക്കൂട്ടെന്ന് പറയുന്നത്. ഇതിന്റെ ദോഷവശങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഒരു പ്രത്യേകത, വേറെ ഒരു രീതി എന്തെന്ന് പറഞ്ഞാല്, ഇതിൽ വന്നിട്ട് ഇത് കണ്ടോ, ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു വെള്ള കളറിലുള്ള ഒരു ഫംഗസ് രോഗം ഇതിന് അനുഭവപ്പെടും. ശ്രദ്ധിച്ച് കാണുക, ഈ ഫംഗസ് രോഗം ഇത് അനുഭവപ്പെടും. ഇതാണ് ഏറ്റവും കൂടുതൽ തണ്ടിലായിട്ട്, ഈ തെങ്ങിൻ തൈയുടെ തണ്ടിലായിട്ട് നമുക്ക് സാധാരണ ആര് തെങ്ങിൻ തൈ വെച്ചാലും അവർ ഏറ്റവും കൂടുതൽ നമുക്ക് ഡാമേജ് കംപ്ലൈന്റ് പറയുന്നത് ഇതാണ്. ഈ വരുന്ന ഈ ഒരു പോർഷൻ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഈ തെങ്ങിൻ തൈയുടെ കൃത്യമായിട്ടുള്ള ആ ഒരു മോശവശം എന്ന് പറയുന്നത്. ഈ ഒരു ഫംഗസ് രോഗം നമ്മുടെ തൈയിൽ അകപ്പെട്ടു പോയാൽ ഈ തെങ്ങിൻ തൈയുടെ വളർച്ചയ്ക്ക് ദോഷം സംഭവിക്കും. ആ ദോഷം സംഭവിക്കുന്നതിന് അതിനൊരു പ്രതിവിധിയുണ്ട്. അത് പ്രത്യേകിച്ച് ഞങ്ങൾ ഫംഗസ് രോഗം ബാധിക്കുന്നതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്നാന്ന് രീതിയുണ്ടോ, സാഫാണ്. സാഫ് എന്ന് പറയുന്ന ഒരു മരുന്നാണ്. അടുത്ത് രണ്ടാമത്തത് അറ്റാര എന്ന് പറയും. ഇതുണ്ടോ, ശ്രദ്ധിച്ച് നോക്കുക, അറ്റാര എന്നാണ് ഇത് പറയുന്നത്. ഇത് രണ്ടിനെയും നമ്മൾ, ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ, ഞങ്ങളിവിടെ നഴ്സറിയിൽ വലിയ ബോട്ടിലാണ് നമ്മൾ അടിക്കുന്നത്. ഇതിപ്പം നമ്മൾ കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ ബോട്ടിൽ നമ്മൾ യൂസ് ചെയ്യാം. ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങിക്കുക. വാങ്ങിച്ചതിന് ശേഷം ഇത് കണ്ടോ, നമ്മൾ ഈ സാഫും, ഇത് 10 ഗ്രാമാണ് ഈ സാഫ്, ഈ അറ്റാരയും 10 ഗ്രാമാണ്. അതായത് 10 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഈ 10 ഗ്രാം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ 10 ഗ്രാമായിട്ട് നമുക്ക് വേണ്ട, ആവശ്യമില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലുള്ള ഇത്രയല്ലേ ആവശ്യമുള്ളൂ. അത് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കുറേശ്ശെ തട്ടുക, ഓരോ ഗ്രാം കണക്കാക്കി നമ്മൾ ഇതിനെ തട്ടുക. തട്ടിയതിന് ശേഷം ഈ സ്പ്രേ ബോട്ടിൽ അടച്ച്, കാണില്ലേ, നല്ല രീതിയിൽ കുലുക്കിയതിനു ശേഷം ഒന്ന് സ്പ്രേ ചെയ്തിട്ട്, ഇത് കണ്ടോ, നമുക്കിപ്പോ വീട്ടിൽ ഒരു തെങ്ങ് അല്ലെങ്കിൽ 2 തെങ്ങല്ലേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെയായാലും അതിനനുസരിച്ച് ഇതുപോലെ കൃത്യമായിട്ട് ഇത് നല്ല നനച്ചടിച്ചു കൊടുക്കുക. ഇതുണ്ടോ, കൃത്യമായിട്ട് നല്ല നനച്ച് നമ്മൾ തെങ്ങിൻ തൈയിൽ അടിച്ചു കൊടുക്കും. ഈ കൂമ്പിലൊക്കെ വീഴാൻ കണക്കായിട്ട് നമ്മളൊരു ആദ്യം ഇപ്പൊ നമ്മൾ ഈ ഫംഗസ് രോഗം ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇന്നിപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഒരാഴ്ച, അതായത് 7 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ,
ഇങ്ങനെ ചെറിയ ഫംഗസ് രോഗം വരുന്നത് കൃത്യമായിട്ട് നമ്മൾ അടിച്ച് അതിന്റെ കൃത്യമായിട്ട് തണ്ടിലെല്ലാം കൃത്യമായിട്ട് നനയണം. ഇത് കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ പുറം ഭാഗത്ത്, അതായത് മേളില് നമ്മുടെ ഈ ഇലയുടെ മേൽഭാഗത്ത് ഒരു കാരണവശാലും നമുക്ക് ഫംഗസ് രോഗം പിടിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ വെയിൽ അടിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഫംഗസ് രോഗം, അതായത് ഈ ലീഫിന്റെ പുറം ഭാഗത്ത് പിടിക്കില്ല, ഒരു കാരണവശാലും പിടിക്കില്ല. ഈ ലീഫിന്റെ തണൽ കിട്ടുന്ന ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് ഈ ഫംഗസ് രോഗം വരുന്നത്. അത് കൃത്യമായിട്ട് നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന ഒരു പ്ലാന്റിന് ഒരു കാരണവശാലും ഒരു മോശമായിട്ടുള്ള ഒരു രീതിയിലും നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകില്ല. അതാണ് അതിന്റെ ആദ്യത്തെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്നാന്ന് പറഞ്ഞാൽ നടുന്ന രീതി ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ നട്ട് ചാണകപ്പൊടി ഒരു കാരണവശാലും ചാണകം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ചാണകം നമുക്ക് ആവശ്യമില്ല. ചാണകം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നായിട്ട് നമുക്ക് പുഴു വന്ന് നമ്മുടെ തൈയുടെ മണ്ടയിലോട്ട് കയറിയിട്ട് പെട്ടെന്ന് നമ്മുടെ തെങ്ങൻ തൈകളെല്ലാം നശിച്ചു പോകും. അതിപ്പോൾ പഴയ കാലങ്ങളിലെല്ലാം അങ്ങനെയാണ്. ആൾക്കാർ തെങ്ങൻ തൈയിൽ ചാണകം ഇട്ടിട്ടിട്ടിട്ട് അന്നേരം തന്നെ ഇത് എല്ലാം നശിച്ചു പോയി. ഇപ്പോൾ ആൾക്കാർ പുതിയതായിട്ട് ഒരുപാട് പേര് തെങ്ങൻ തൈകൾ നമ്മുടെ നഴ്സറി വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് വെക്കാനായിട്ട്. അപ്പം ഞങ്ങൾ വരുന്നവർക്കെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ പരിപാലനവും അത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് നമ്മൾ തെങ്ങൻ തൈ നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തു വിടുന്നത്. അതിപ്പോൾ ഓൺലൈൻ ചെയ്യുന്നവരാണെങ്കിലും ഓൺലൈനിൽ കൊടുക്കുന്നവരടുത്താണെങ്കിലും അവർ നമ്മളോട് വിളിച്ചൊരു അഭിപ്രായം ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ മറുപടി നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇത് 1000 കാച്ചിയുടെ തേങ്ങയാണ്. ഇത് കണ്ടോ, ഇത് വാട്സപ്പ് വഴി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഈ തേങ്ങ ഒന്ന് പൊതിച്ച് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അത് കാരണം ഞങ്ങൾ ഇന്ന് ഇപ്പോൾ നമ്മൾ ഇത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ കൊണ്ടിട്ടിട്ടുണ്ട്. ആ തേങ്ങ നമുക്ക് എടുത്തൊന്ന് പൊതിച്ച് നോക്കാം. ഇതാണ് 1000 കാച്ചിയുടെ തേങ്ങ. ഇത് കണ്ടോ, ചെറിയ തേങ്ങയാണ് കണ്ടോ. ഇതിനെ നമ്മൾക്കൊന്ന് പൊതിച്ച് നോക്കാം. തേങ്ങ പൊതിച്ച് കാണിക്കുകയാണ് കേട്ടോ. ഇതിന്റെ വലിപ്പം എത്രയുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. ഇത് കണ്ടോ, നമ്മളിത് ചെറിയ തേങ്ങയാണ് കണ്ടോ. ഇത് നമ്മൾ പൊതിച്ചെടുക്കുമ്പോൾ എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാൻ പറ്റും. കുഞ്ഞു തേങ്ങയാണ്. ഇതാണ് 1000 കാച്ചിയുടെ തേങ്ങ എന്ന് പറയുന്നത്. ഞങ്ങളിവിടെ തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാകാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുന്നതാണ്. അതിലെന്നാണ് ഞങ്ങളൊരു തേങ്ങ എടുത്ത് നമ്മളിത് പൊതിച്ച് കാണിക്കുന്നു. ഇത് കണ്ടോ, ഒരു ക്രിക്കറ്റ് ബോളിന്റെ അത്രേ ഉള്ളൂ തേങ്ങ. ഇത് നമുക്ക് ചിലവയ്ക്കൊന്നും ചിലവി എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് കണ്ടോ, ചെറിയ തേങ്ങ. നമ്മളൊരു നല്ല രീതിയിൽ ക്രിക്കറ്റ് ബോളിന്റെ കാലം ഒച്ചിടെ ഉണ്ടാവുള്ളൂ. ഇതാണ് ഇതിന്റെ യഥാർത്ഥ 1000 കാച്ചി. ഇതിനെ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. ഇതുണ്ടോ, ഇതിൽ വെള്ളം കുറവാണ്, വെള്ളമില്ല കണ്ടോ. തേങ്ങയുടെ ഉൾഭാഗം കണ്ടോ, നല്ല ഓയിൽ കണ്ടന്റും നല്ല രീതിയിൽ നല്ല, അതായത് അകത്തുള്ള നമുക്ക് തേങ്ങ ഉണ്ട് കണ്ടോ. ഇത്രയും നല്ല വലിപ്പത്തിനായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഓയിൽ കണ്ടന്റുള്ള തേങ്ങയാണിത്. നമുക്ക് ഇത് കരിക്കിനെടുക്കാൻ പറ്റില്ല കേട്ടോ, കരിക്കിനെടുക്കാൻ പറ്റില്ല ഒരു കാരണവശാലും. ഇത് നമുക്ക് തേങ്ങയ്ക്ക് മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനത്തിൽപ്പെട്ടതാണ് നമ്മൾ 1000 കാച്ചി എന്ന് പറയുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നുള്ള ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് എത്ര വർഷം കൊണ്ട് കായ്ക്കും എന്നുള്ളത്. 1000 കാച്ചിയുടെ തെങ്ങൻ തൈയും ശ്രീലങ്കൻ്റെ തെങ്ങൻ തൈയൊക്കെ 4 വർഷം 4.5 വർഷം കൊണ്ടാണ് ഇത് കായ്ക്കുന്നത്. 3 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് 3.5 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് ആര് പറഞ്ഞാലും ഇല്ല, അതല്ല. അതിന്റെ യഥാർത്ഥത്തിൽ ഈ ശ്രീലങ്കന്റെയും 1000 കാച്ചിയുടെയും തെങ്ങ് നമുക്ക് കാച്ചി കിട്ടണമെങ്കിൽ 4.5 വർഷം എടുക്കും. അത് നല്ല വെട്ടവും വെളിച്ചമുള്ള സ്ഥലത്ത് മാത്രമേ 4.5 വർഷത്തിൽ കായ്ക്കുള്ളൂ. പിന്നെ കായ്ക്കുന്ന സമയത്ത് ഇതിലൊക്കെ എന്ന് വെച്ചാൽ ഒരു ദിവസം ഏകദേശം നമ്മൾ ഒരു ടേണ് വെട്ടുന്ന സമയത്ത് ഏകദേശം ഒരു 75-80 തേങ്ങയോളം നമുക്ക് ഒരു തെങ്ങിൽ നിന്നും നമുക്ക് കിട്ടും. വർഷത്തിലൊരു1000 തേങ്ങ കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതിന് 1000 കാച്ചി എന്നുള്ള ഒരു പേര് വന്നത് തന്നെ. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു രീതി. 1000 കാച്ചിയുടെയും ശ്രീലങ്കന്റെയും പല വെറൈറ്റിപ്പെട്ട തെങ്ങും തൈകൾ നമ്മുടെ നഴ്സറി ഇത് കണ്ടോ. നഴ്സറിയിൽ ഒരുപാട് തൈകൾ നമ്മളെ കയ്യിൽ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് കൊടുക്കാനായിട്ട്. ഞങ്ങൾ മുളയ്ക്കുന്ന അനുസരിച്ച് ഞങ്ങളെടുത്ത് അതിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള തൈകളെടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് കവറുകളിൽ. ഓൺലൈനിലാണെങ്കിൽ നമ്മൾ ഒരു 2 ഇല 3 ഇല ആയ തൈകളാണ് നമ്മൾ ഓൺലൈൻ സെയിലിന് വേണ്ടി കൊടുക്കുന്നത്. ബാക്കിയെല്ലാം ഞങ്ങൾ കൂടുതലോട്ടാണ് മാറ്റുക. കാരണം ഈ വലിയ തൈയൊന്നും നമുക്ക് ഓൺലൈനിൽ അയക്കാൻ പറ്റില്ല. ആവശ്യക്കാർക്ക് ഇവിടെ വന്നെടുക്കാം. ഇവിടെ വന്നെടുക്കുന്നവർക്ക് എത്ര വലിയ തൈ ചോദിച്ചാലും, എത്ര വലിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 6 മാസം 7 മാസത്തിനുള്ളിലുള്ള തൈകൾ തന്നെയാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. നല്ല വലിയ തൈയൊന്നും നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല. അത് ഞങ്ങൾ ഇതിലൊന്ന് വരുന്ന തൈകൾ നമ്മൾ കുറേ തൈകളെടുത്ത് നമ്മൾ വലിയ തൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. ആ തൈകൾ വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം 1 വർഷവും 2 വർഷമൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വലിയ തൈകൾ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റും. അത് ഓൺലൈനിലൊന്നും അയക്കാൻ പറ്റില്ല, ഇവിടെ വന്നെടുത്തുകൊണ്ട് പോകണം.
ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ തൈകൾ നമ്മുടെ നഴ്സറിയിൽ സെയിലിനായിട്ട് ഒരുങ്ങിയിരിപ്പുണ്ട്. ആവശ്യക്കാർക്ക് നമ്മുടെ നഴ്സറി വന്ന് വാങ്ങുകയും ചെയ്യാം. ഓൺലൈനായിട്ട് അയച്ചു തരും. ഞങ്ങളുടെ ഫോൺ നമ്പർ വന്നിട്ട് 7736 51 58 49. ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പനച്ചമൂട് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ സ്ഥലം. ഞങ്ങളുടെ ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ കാരക്കോണം, ധനുച്ചപുരം, കാരക്കോണം, പനച്ചമൂട്. കാട്ടാക്കട എന്ന് വരുന്നവർക്കാണെങ്കിൽ കാട്ടാക്കട, വെള്ളറട, പനച്ചമൂട്. നമ്മുടെ നഴ്സറിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മുസ്ലിം പള്ളി ഇരിപ്പുണ്ട്. ഇത് കണ്ടല്ലോ, ഇത്ര വലിയൊരു പള്ളിയാണ്. ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതാണ് ഞങ്ങളുടെ നഴ്സറി. ഞങ്ങളുടെ ആവശ്യക്കാർക്ക് നമ്മുടെ നഴ്സറി വന്ന് വാങ്ങുകയും ചെയ്യാം. ഓൺലൈനിലായിട്ട് അയച്ചു തരും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം.